നമസ്തേ. ജനക്ഷേമത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. വ്യവസായ സംരംഭങ്ങൾ എന്നും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് പിൻബലമേകുന്നു. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ചെറുകിട സംരംഭകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം അഥവാ PMFME. ഒറ്റയ്ക്കും കൂട്ടായും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലെ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നു. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എൻ്റെ മൂത്ത മോനാണ്. എനിക്ക് 3 മക്കളുണ്ട്. ഇത് മൂത്ത രാഹുൽ, ഇത് സുജീഷ്, രണ്ടാമൻ ബിനീഷ്, മൂന്നാമൻ. രണ്ടാമത്തെ മോൻ +1-ലും മൂന്നാമത്തെ മോൻ 10-ലും ആയപ്പോഴാണ് ഹസ്ബൻഡ് മരിക്കണത്. പിന്നെ ഡിഗ്രിയൊക്കെ പോയിട്ട് പിന്നെ തൊഴിലില്ലാതെ നിന്ന് അങ്ങനെ ഇങ്ങനെ ഒരു പദ്ധതിയെ പറ്റി അറിഞ്ഞാണ് 3 പേരും കൂടി ഈ കമ്പനി തുടങ്ങിയത്. ആദ്യം ഒരു റെൻറ്റിനാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ മെഷീനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഓർഡർ കൂടുന്നതനുസരിച്ച് നമുക്കത് കൊടുക്കാണ്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബാങ്കിൽ ചെന്ന് മാനേജറിനെ കണ്ട് ഈ ഒരു സ്കീമിനെ പറ്റി രമേശ് സാറ്, നമ്മളെ വ്യവസായ ഓഫീസിൻ്റെ സാറ് പറഞ്ഞ് ഇതേപോലെ ലോണുണ്ട്, നമുക്ക് സബ്സിഡിയൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞ് നമുക്കത് കേട്ടപ്പോൾ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ രമേശ് സാറ് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സാറ് ലോണൊക്കെ റെഡിയാക്കി തന്ന് മെഷീനൊക്കെ വന്ന് ഇപ്പോൾ നമ്മൾ 24 hours പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ PMFME സ്കീം വഴിയാണ് ഈ ലോണ് കിട്ടി. ഈ ഒരു മെഷീനും കൂടെ എടുത്ത്, രണ്ടാമത്തെ മെഷീനും എടുത്ത് ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്. ഭക്ഷ്യമേഖലയിലെ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് PMFME. ഒരു സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 35% സബ്സിഡി കിട്ടുന്ന ഒരു സ്കീമാണ് PMFME. അതിനെ സംബന്ധിച്ചിടത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ സൈഡ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ലോണായിട്ട് കിട്ടും. ഈ 35% സബ്സിഡി പരമാവധി 10 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. PMFMEയെ സംബന്ധിച്ചിടത്തോളം സാധാരണ തരത്തിൽ ഒരു ഭക്ഷ്യോൽപ്പന്ന സംരംഭം സ്ഥാപിക്കുന്നതിനും അല്ലെങ്കിൽ നിലവിലുള്ളൊരു സംരംഭം വിപുലീകരിക്കുന്നതിനും ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനും എക്സ്പാൻഡ് ചെയ്യുന്നതിനും ഒക്കെ ആ സ്കീം ഉപയോഗപ്പെടുത്താം. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ്, അതായത് ഒരു ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിനെ മെച്ചപ്പെട്ട രീതിയിൽ, അതായത് ഫോർമലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. പദ്ധതി വിഹിതത്തിൻ്റെ 60% സബ്സിഡി കേന്ദ്ര സർക്കാരും 40% സബ്സിഡി സംസ്ഥാന സർക്കാരുമാണ് നൽകുന്നത്. പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 35% വരെ സബ്സിഡി ലഭിക്കാവുന്ന ഈ സ്കീമിൽ പരമാവധി ലഭിക്കാവുന്ന സബ്സിഡി തുക 10 ലക്ഷം രൂപയാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് ഫുഡ് പ്രോസസ്സിങ്, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, ശേഖരണം, അതുപോലെ തന്നെ അത് സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഗോഡൗൺ ക്രമീകരണങ്ങൾ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഫുഡുമായി ബന്ധപ്പെട്ട്, സ്പൈസസുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസ് PMFME എന്ന് പറയുന്ന സ്കീം പ്രകാരം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഇതിൽ പരമാവധി ഒരാൾക്ക് ലഭിക്കുന്ന സബ്സിഡി പോർഷൻ എന്ന് പറയുന്നത് 35% അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെയാണ്. 1 കോടി രൂപ വരെയുള്ള പ്രോജക്റ്റുകൾക്കാണ് സാമ്പത്തിക സഹായം ഈ പ്രോജക്റ്റ് പ്രകാരം അംഗീകരിക്കുന്നത്. PMEGPയുടെ ഒരു ഗുണഭോക്താവിനും വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് അഡീഷണൽ മെഷീനറി വാങ്ങുന്നതിനും മറ്റുമെല്ലാം PMFME എന്ന് പറയുന്ന സ്കീമിൽ വഴി അപ്ലൈ ചെയ്യാൻ കഴിയും. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ PMFME വിങ് വഴിയാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അത് ജെനുവിനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ള ആൾക്കാർക്ക് കൃത്യമായും ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നിങ്ങളുടെ കാനറ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുക്കുന്നു. നിലവിൽ എടുത്തു പറയേണ്ട ഒരു ലോൺ നമ്മുടെ ബ്രാഞ്ചിൽ നിന്നും കൊടുത്തതാണ്. ഒരു ചപ്പാത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ചപ്പാത്തി മാനുഫാക്ചറിങ് യൂണിറ്റാണ്. നിലവിൽ അവർ ഒരു 10 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയും അതിൻ്റെ സമൃദ്ധി എന്ന പേരിൽ ഒരു ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റ് രൂപീകരിക്കുകയും ചെയ്തു. അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അവർ പുതിയ മെഷീനറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട്
ഒരു 22 മണിക്കൂറോളം 2 ഷിഫ്റ്റുകളിലായി 22 മണിക്കൂറോളം പ്രവർത്തിക്കുന്ന യൂണിറ്റായിട്ട് ഇന്നത് പ്രവർത്തിച്ചു വരുന്നു. അവരുടെ സെയിൽസ് ഈ ഒരു ലോണിലൂടെ അവരുടെ പ്രൊഡക്ഷൻ ഏകദേശം 4 ഇരട്ടി വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് ഒരു താങ്ങാകുവാനായിട്ട് ഈ പദ്ധതിക്ക് കഴിഞ്ഞു. ഈ സ്കീം പ്രകാരം സംരംഭകന് ആവശ്യമായ വായ്പ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സബ്സിഡിയും വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. ഭക്ഷ്യസംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏതൊരു വിധ സംരംഭം തുടങ്ങിയാലും, അതായത് നമ്മൾ വീടുകളിൽ തുടങ്ങുന്ന ചെറുകിട സംരംഭങ്ങൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാണ്. ഇതിൻ്റെ പ്രധാന ഗുണഭോക്താക്കളെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആവാം, പാർട്ണർഷിപ്പ് ആവാം, SHG ആവാം, അതായത് കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളാവാം, FPO ആവാം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവാം. ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിലും ഭക്ഷ്യസംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു സംരംഭമാണെങ്കിൽ ഈ PMFME സ്കീമിൻ്റെ ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നതാണ്. ഈ PMFME സ്കീമിനൊപ്പം തന്നെ മറ്റു 2 പ്രധാന പദ്ധതികളുടെ ആനുകൂല്യം കൂടി നമുക്ക് കൺവെർജ് ചെയ്യാൻ പറ്റും. ഒരേ സ്കീമിൽ തന്നെ AAF, OFOE എന്നുള്ള 2 സ്കീമുകളുടെ ആനുകൂല്യം കൂടി നമുക്കിതിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. AAF സ്കീം പ്രകാരം പ്രൈമറി പ്രോസസ്സിംഗ് ഉൾപ്പെടുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ അവരുടെ വായ്പ 9% ഇൻട്രസ്റ്റ് നിരക്കിൽ ലഭിക്കുകയും അതിൽ നിന്ന് 3% സബ്സിഡി കിട്ടുകയും ചെയ്യും. അഡീഷണൽ ആയിട്ട് സംരംഭകന് നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും 6% മാത്രമാണ്. അതുപോലെ തന്നെ OFOE സ്കീം പ്രകാരം എടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിന് 6% ഇൻട്രസ്റ്റ് സബ്സിഡി ലഭിക്കും. ഈ പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം വായ്പാ ബന്ധിത സബ്സിഡി സ്കീമുകളാണ്. അതായത് ഏതെങ്കിലും ഒരു ബാങ്ക് വായ്പ എടുക്കുന്നവർക്കാണ് സബ്സിഡിയുടെ ആനുകൂല്യം ലഭിക്കുക. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യവ്യാപകമായ ഒരു സബ്സിഡി നടപ്പിലാക്കുമ്പോൾ ഒന്ന് അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യവസായ കേന്ദ്രം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ബാങ്കിൽ നിന്നൊരു വായ്പ ഒരു സംരംഭകൻ എടുത്തു, അത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഗവൺമെൻറ്റിന് മോണിറ്റർ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് എപ്പോഴും വായ്പാ ബന്ധിത സബ്സിഡി സ്കീമുകളായി പല സ്കീമുകൾ അവതരിപ്പിക്കുന്നത്. PMFME പദ്ധതി പ്രകാരം ഒരു വായ്പ ലഭിക്കുന്നതിന് 10% സംരംഭകൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ചെലവഴിക്കേണ്ടതാണ്. അതായത് 10 ലക്ഷം രൂപ പ്രോജക്റ്റ് കോസ്റ്റ് വരുന്ന ഒരു സ്കീമിന്, ഒരു പ്രോജക്റ്റിന് 10%, 1 ലക്ഷം രൂപ സംരംഭകൻ്റെ വിഹിതമായി സംരംഭകൻ്റെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ബാക്കി 9 ലക്ഷം രൂപയും ബാങ്ക് വായ്പയായി ലഭിക്കും. സംരംഭകന് കിട്ടുന്ന സബ്സിഡി തുകയെന്ന് പറയുന്നത് ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ്, അതായത് സംരംഭകൻ്റെ വിഹിതമായ 10%, 1 ലക്ഷം രൂപ, ബാങ്ക് വായ്പയായി ലഭിക്കുന്ന 9 ലക്ഷം രൂപ, ഈ 2 തുകയ്ക്കും കൂടി ചേർന്ന 10 ലക്ഷം രൂപയുടെ 35%, 3.5 ലക്ഷം രൂപയാണ് സംരംഭകന് സബ്സിഡിയായി ലഭിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഏറ്റവും കുറഞ്ഞ സംരംഭകൻ്റെ വിഹിതം 10%, ഏറ്റവും കൂടിയ വിഹിതം 40% നിജപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 10 ലക്ഷം രൂപ ഒരാളുടെ പ്രോജക്റ്റ് കോസ്റ്റ് വരെയാണ്. അതിൽ സംരംഭകൻ്റെ കൈവശം 4 ലക്ഷം രൂപയുണ്ട്. 6 ലക്ഷം രൂപ മാത്രം സംരംഭകന് വായ്പയായി മതി. ആ ഒരു കണ്ടീഷനിൽ 10 ലക്ഷം രൂപ പ്രോജക്റ്റ് കോസ്റ്റിന് 3 ലക്ഷം രൂപ സബ്സിഡിയായി ലഭിക്കുന്നതാണ്. 6 ലക്ഷം രൂപ വായ്പ എടുക്കുന്ന ഒരു സംരംഭകന് 3.5 ലക്ഷം രൂപ, അതായത് ഏകദേശം 58% വരെ സബ്സിഡിയായി ലഭിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ സ്കീം പ്രകാരമുണ്ട്. നമ്മുടെ സാധാരണഗതിയിൽ വീടുകളിൽ തുടങ്ങുന്ന ചെറുകിട സംരംഭകരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. വീട്ടിൽ തുടങ്ങുന്ന ചെറിയ അച്ചാർ യൂണിറ്റുകൾ, കേക്ക് യൂണിറ്റ്, ഇഡലി ദോശ ബാറ്റർ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഹാഫ് കുക്ക് ചപ്പാത്തി, ഇതെല്ലാം നമ്മുടെ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന പദ്ധതികൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം പ്രകാരം സംരംഭങ്ങൾ തുടങ്ങാൻ ഏറെ എളുപ്പമാണ്. പ്രോജക്റ്റ് റിപ്പോർട്ട്, വിവിധ ലൈസൻസുകൾ തുടങ്ങിയവ വേഗത്തിൽ ലഭ്യമാക്കിക്കൊണ്ട് അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കുവാൻ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥരും ബാങ്ക് അധികൃതരും നിങ്ങളെ സഹായിക്കും. കേരളത്തിലെ ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ
ഈ സ്കീം വളരെ വിശാലവും വിപുലവുമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 400ഓളം പദ്ധതികൾ ഈ സ്കീമിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി ഞങ്ങളിവിടെ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ ജില്ലയിൽ മാത്രം, ട്രിവാൻഡ്രം ജില്ലയിൽ മാത്രം. ഈ സ്കീമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഹാൻഡ് ഹോൾഡ് സപ്പോർട്ടാണ്. അതായത് ഒരു സംരംഭകന് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാം സൗജന്യമായാണ് വ്യവസായ കേന്ദ്രം വഴി ചെയ്തു നൽകുന്നത്. അതായത് ഒരു ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ആരംഭിക്കണം അങ്ങനെയുള്ള ഒരാശയവുമായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ അതല്ലെങ്കിൽ കൊണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കൊടുക്കുന്നതാണ്. ഓക്കെ, നേരിട്ട് കോൺടാക്റ്റ് ചെയ്താൽ അവർക്ക് സ്കീം പ്രകാരം എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു ലോൺ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നതിനോ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് 1-2 ദിവസം കൊണ്ട് റെഡിയാക്കാവുന്ന ഡോക്യുമെൻറ്റ്സേ ഉള്ളൂ. ആധാർ കാർഡ് എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും. പാൻ കാർഡ്, സംരംഭം തുടങ്ങുന്ന എല്ലാവർക്കും നിർബന്ധമായും വേണ്ട ഒരു ഡോക്യുമെൻ്റാണ് പാൻ കാർഡ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട്. അതിനുശേഷം സംരംഭം ചെയ്യേണ്ട പ്രധാന കാര്യം സംരംഭത്തിന് വേണ്ടിയുള്ള ഒരു സ്പേസ്, ഒരു സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ്. സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതും മതി. മുൻകാലങ്ങളിൽ നമുക്ക് വീടുകളിൽ തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് ലൈസൻസ് കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് KSIFT എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. സംരംഭകൻ സ്വന്തമായിട്ട് ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നമുക്ക് KSIFTൻ്റെ പെർമിഷൻ കിട്ടും. ആ പെർമിഷന് 3 വർഷമാണ് വാലിഡിറ്റി. 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനകം നമ്മൾ ബാക്കിയുള്ള ബന്ധപ്പെട്ട അത്യാവശ്യമായിട്ട് ലൈസൻസുകൾ എടുത്താൽ മതി. അതായത് സംരംഭകൻ പറയുകയാണ്, ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരം മാത്രമേ ഞാനൊരു സംരംഭം തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഡീറ്റെയിലി സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംരംഭകന് വ്യവസായം തുടങ്ങാനുള്ള പെർമിഷനായി. അതുപോലെ ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു FSSAI രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ആണെങ്കിൽ അവർ 100 രൂപയുടെ FSSAI രജിസ്ട്രേഷൻ എടുത്താൽ മതി. ആപ്ലിക്കേഷൻ കൊടുത്ത ഉടനെ നമുക്ക് എൻ്റെ റെസിപ്റ്റ് കിട്ടും. ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് FSSAIയുടെ രജിസ്ട്രേഷനും കിട്ടും. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ അവരുടെ സ്ക്രൂട്ടിനിക്ക് ശേഷം പ്രോജക്റ്റ് റിപ്പോർട്ട് സഹിതം അവർ ബാങ്കിലേക്ക് അയക്കുകയും ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ബാക്കിയുള്ള മാനദണ്ഡങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം, മാനദണ്ഡങ്ങൾ വേറൊന്നുമില്ല, അവരുടെ പ്രോജക്റ്റ് വയബിലിറ്റി, അവരുടെ നോളജ്, അവരുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഒരു സ്കോറിംഗ് ഷീറ്റ് പോലെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അവരുടെ ലോൺ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി അസസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രോജക്റ്റ്, കഴിവുള്ള ആൾക്കാർ കൊണ്ടുവരുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അതിൽ അവർക്ക് ശോഭിക്കാൻ കഴിയുമെന്ന് ബാങ്കിന് മനസ്സിലാകുന്ന പക്ഷം തന്നെ നമ്മൾ എല്ലാ ലോണുകളും സാങ്ഷൻ ചെയ്യുകയാണ് പതിവ്. പ്രൊജക്റ്റ് അപ്രൂവ് ആകുന്നതോടൊപ്പം തന്നെ പ്രൊജക്റ്റ് പ്രകാരമുള്ള മാർജിൻ മണി ബെനിഫിഷ്യറി നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ഇത് നേരിട്ട് മെഷീനറി സപ്ലൈ ചെയ്യുന്ന ആളിന് അയക്കുകയും ചെയ്യുന്ന ഇതാണ് രീതി. അപ്പോൾ സബ്സിഡി ആയിട്ടുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തരികയും അത് 3 വർഷം കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് ഇവർക്ക് സബ്സിഡിയായി ലോണിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഒരു സംരംഭ ആശയം മനസ്സിലുദിച്ചാൽ, അതായത് ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങണം, ആ ഒരു ആശയം മനസ്സിലുദിച്ചാൽ അവർ ഒന്നുകിൽ വീട്ടിൽ തുടങ്ങാം, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർ സ്പേസ്, ബിസിനസ് പ്ലേസ് കണ്ടെത്തുക. അതിനുശേഷം അവിടെ എന്തൊക്കെയാണ് നമുക്ക് മെഷീനറീസ് വേണ്ടത് അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കണം. സാധാരണയായി ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് നമ്മുടെ ഒരു ബാങ്കിനോട് ലോൺ ചോദിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വേണമല്ലോ, നമ്മുടെ പ്രോജക്റ്റ് കോസ്റ്റ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് മെഷീനറി മേടിക്കുന്നത്, മെഷീനറിയുടെ കോസ്റ്റ് എത്രയാകും. അപ്പോൾ അതിനുള്ള ഒരു രേഖയെന്ന് പറയുന്നത് എവിടെ നിന്നാണോ നമുക്ക് മെഷീനറീസ് മേടിക്കാനുള്ള അവിടെ നിന്ന് നമ്മളൊരു കൊട്ടേഷൻ മേടിക്കുക. കാരണം കൊട്ടേഷൻ്റെ ബേസിൽ ബാങ്കിന് അറിയാൻ പറ്റും ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എത്രയാണ്, മെഷീനറി കോസ്റ്റ് എത്രയാണ് വരുന്നത്. അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് പ്രധാനമായിട്ടും ലോൺ തരുന്നത്. ഈ ലോണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് യാതൊരു വിധത്തിലുള്ള കൊളാട്രൽ സെക്യൂരിറ്റി ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് ഈ വായ്പ ഉപയോഗിച്ച് സംരംഭകൻ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ അസറ്റ്, അത് തന്നെയാണ് ബാങ്കിൻ്റെ പ്രൈമറി സെക്യൂരിറ്റി. ഈ സ്കീമിൻ്റെ മിനിമം ഏജ് ലിമിറ്റ് 18 വയസ്സും അപ്പർ ഏജ് ലിമിറ്റ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടില്ല. അതായത് ഒരു സംരംഭകന് സംരംഭം നടത്തിക്കൊണ്ടു പോകാനുള്ള അല്ലെങ്കിൽ തുടങ്ങുന്നതിനുള്ള ഒരു കാര്യശേഷി മാത്രം ഉണ്ടായിരുന്നാൽ മതി. ഏജ് ഒരു ബാധകമല്ല. പ്രധാനമായും മറ്റു കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ ബാങ്ക് വായ്പ കൊടുക്കുമ്പോൾ ബാങ്കിൻ്റെ ഒരു ക്രൈറ്റീരിയ കാണുമല്ലോ, അത്യാവശ്യം നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു സംരംഭകൻ
ബാങ്ക് വായ്പയ്ക്ക് എലിജിബിൾ ആണോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാനുള്ള ഒരു ക്രൈറ്റീരിയയാണ്. ഇതിനു മുമ്പ് വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയിട്ടുള്ള ഒരു സംരംഭകന് വീണ്ടും ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ബാങ്ക് വായ്പ കൊടുക്കില്ല. അപ്പോൾ അത്യാവശ്യം സിബിൽ സ്കോർ ഉണ്ട്, നല്ലൊരു പ്രോജക്റ്റാണ്, 100% നമുക്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ 100% നമുക്ക് വായ്പയും സബ്സിഡിയും ലഭിക്കുന്നതാണ് ഈ സ്കീം പ്രകാരം. ഈ സ്കീം പ്രകാരം എടുക്കുന്ന വായ്പകൾക്ക് നമുക്ക് മിനിമം 1 മാസവും മാക്സിമം 2 വർഷം മൊറട്ടോറിയം ലഭിക്കുന്നതാണ് സ്കീം പ്രകാരം. അത് പദ്ധതിയുടെ ബാക്കി പ്രോജക്റ്റ് കോസ്റ്റ് അനുസരിച്ചിട്ട് ബാങ്ക് നിശ്ചയിക്കുന്നതാണ് എത്രത്തോളം മൊറട്ടോറിയം പീരീഡിന് എലിജിബിൾ ആണെന്ന്. അതുപോലെ തന്നെ ലോണിൻ്റെ തിരിച്ചടവിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മിനിമം 3 വർഷവും മാക്സിമം 10 വർഷമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. PMFME സ്കീം പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിന് എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലും ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സണിനെ നിയമിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സണെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പറിൽ ഒരു വാട്സപ്പ് എനിക്ക് ഇങ്ങനെ ഒരു സംരംഭം ആശയം മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അവർ വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്യും. എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, ഏത് ബാങ്കിനെ സമീപിക്കണം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്, പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ വ്യവസായ കേന്ദ്രം വഴി ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺ വഴി നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ചെയ്തു തരുന്നതാണ്. എല്ലാ സപ്പോർട്ടും ബാങ്ക് ലോൺ ലഭിച്ച് നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങുന്നതിനുള്ള എല്ലാ സപ്പോർട്ടും ഇതുപോലുള്ള ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺ വഴി നിങ്ങൾക്ക് ലഭ്യമാണ്. അറിഞ്ഞൂടാത്തൊരു ഇത് നോട്ട് ചെയ്യുക, PMFME സ്കീം ഇതൊരു സബ്സിഡി ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇപ്പം കുറേ ഐഡിയകളുള്ളവർ കാണും, ലൈഫിൽ ബിസിനസ് തുടങ്ങണം പക്ഷേ പൈസ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു ഏറ്റവും അനുയോജ്യമായ ഒരു ലോണാണിത്. നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നില്ല. എടുത്തതിന് 30% 70% തിരിച്ചടച്ചാൽ ഇപ്പോൾ 10 ലക്ഷം രൂപ ലോണാണെങ്കിൽ 7 ലക്ഷം രൂപ അടവേ വരുന്നുള്ളൂ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ എന്ന് പറയുന്നത് തുടങ്ങുന്ന ഹോം ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ പിക്കിൾ യൂണിറ്റ്, കേക്ക് യൂണിറ്റ്, അച്ചാർ യൂണിറ്റ്, അതല്ലാതെ നമ്മുടെ ഫ്ലോർ മില്ല്, ഓയിൽ മില്ല്, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബനാന ഉപയോഗിച്ചിട്ട് ബനാന അല്ലെങ്കിൽ ടപ്പിയോക്ക ഉപയോഗിച്ചിട്ട് ടപ്പിയോക്ക പൗഡർ ആക്കുന്നു, ബനാന പൗഡർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നു. ഏതൊരുവിധ ഫുഡ് പ്രോഡക്റ്റും നമ്മളത് പ്രോസസ്സ് ചെയ്ത് വിത്ത് ഷെൽഫ് ലൈഫോട് കൂടി ഒരു പാക്കറ്റിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ സ്കീമിൻ്റെ പരിധിയിൽ പെടുത്താവുന്നതാണ്. ഈ സ്കീം പ്രകാരം ഗവൺമെൻറ് ODOP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓൺ ഡിസ്ട്രിക്ട് ഓൺ പ്രോഡക്റ്റ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ODOP പ്രോഡക്റ്റാണ് മരിച്ചീനി. മരിച്ചീനിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അവർക്ക് അഡീഷണലായിട്ട് ഒരു കുറച്ച് പ്രത്യേക ആനുകൂല്യങ്ങൾ, അവർക്കൊരു പ്രയോറിറ്റി സെക്ടറിലാണ് മരിച്ചീനി. ട്രിവാൻഡ്രം ജില്ലയിൽ മരിച്ചീനിയെ ഒരു പ്രയോറിറ്റി സെക്ടറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവർക്ക് ബ്രാൻഡിങ് സപ്പോർട്ട്, മരിച്ചീനിയുമായി ബന്ധപ്പെട്ട ഒരു സംരംഭം തുടങ്ങി അതിനെ അവർക്ക് ബ്രാൻഡ് ചെയ്യണം എങ്കിൽ അതിന് വേണ്ട ബ്രാൻഡിങ് സപ്പോർട്ട് കൂടി ഈ സ്കീം പ്രകാരം കൊടുക്കുന്നുണ്ട്. ബ്രാൻഡിങ്ങിനാവുന്ന തുകയുടെ 50% വരെ ആനുകൂല്യം ലഭിക്കാനുള്ള ഓപ്ഷനുണ്ട്. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം രാജ്യമൊട്ടാകെ വിജയകരമായി നടപ്പിലാക്കിയതിനെ തുടർന്ന് പദ്ധതിയുടെ കാലാവധി കേന്ദ്ര സർക്കാർ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. PMFME പദ്ധതി പ്രകാരം സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തി നൽകുന്നതിലും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ മുൻകൈയെടുക്കുന്നു. ഈ സ്കീം ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായി 2021-22 സ്റ്റാർട്ട് ചെയ്തതാണ്. 24-25 വരെയായിരുന്നു സ്കീം. ഇപ്പോൾ ഈ സ്കീമിനൊരു പ്രാമുഖ്യം മനസ്സിലാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 3 വർഷമായി 100% അച്ചീവ് ചെയ്യുകയാണ്. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം സംഘടിപ്പിച്ചിട്ടുള്ള MSME എക്സിബിഷൻ ആണ് നിങ്ങളിവിടെ കാണുന്നത്. വ്യവസായ വാണിജ്യ വകുപ്പ് ഒരു സംരംഭകൻ്റെ വിവിധ ഘട്ടങ്ങളിലായി ചെയ്യുന്ന സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളുടെ ഭാഗമായി ടെക്നോളജി ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യം,
ഫൈനാൻസിങ്, മാൻ പവർ, മെഷീൻ മെറ്റീരിയൽ സപ്ലൈ, മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, അങ്ങനെ മാർക്കറ്റിംഗ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ MSME പ്രോഡക്റ്റുകൾ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഈ കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന ഗവൺമെൻറ് ഇയർ ഓഫ് എൻ്റർപ്രൈസസ് സംരംഭ വർഷം ആചരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള പുതു സംരംഭകരാണ് നിങ്ങൾ ഈ കാണുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സംരംഭങ്ങളെല്ലാം ഇനി നാളെ ഒരു എക്സ്പോർട്ടിലേക്ക് പോവുകയും അവർ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറുകയും ചെയ്യാം. ഈ പ്രോഡക്റ്റുകളെല്ലാം സ്റ്റാൻഡേർഡൈസേഷൻ കഴിഞ്ഞ് ആ യൂണിറ്റ് സ്റ്റാൻഡേർഡൈസ് ചെയ്ത്, ആ കമ്പനി സ്റ്റാൻഡേർഡൈസ് ചെയ്ത്, ആ ഓൺടർപ്രണർ സ്റ്റാൻഡേർഡൈസ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പരിശീലനം കഴിഞ്ഞതിന് ശേഷം പ്രോഡക്റ്റുമായി എത്തിയവരാണ്. MSME ഉത്സവിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അല്ലാതെ കൃഷി വകുപ്പ്, നബാർഡ് വഴിയുള്ള എല്ലാ എക്സിബിഷൻസിലും പങ്കെടുക്കാറുണ്ട്. പിന്നെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ത്രൂ ഓൺലൈനാണ്. ഓൺലൈനിലൂടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും എൻ്റെ പ്രോഡക്ട്സ് കൊറിയർ വഴിയും പോസ്റ്റ് ഓഫീസ് വഴി അയക്കാറുണ്ട്. ഈ സ്റ്റാളുകളിൽ വന്നിട്ടുള്ള മുഴുവൻ സംരംഭകരും സ്വന്തം നിലയ്ക്ക് അവരുടെ ആശയങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രവുമായിട്ട് സംവദിക്കുകയും അതിലൂടെ രൂപപ്പെടുന്ന ആശയങ്ങൾക്ക് ബാങ്കിൻ്റെ ധനസഹായവും അതുപോലെ തന്നെ കൃത്യമായ വ്യവസായ വകുപ്പിൻ്റെ ഉപദേശങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോരുത്തരും സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സ്റ്റാളുകൾ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അന്താരാഷ്ട്ര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മുതൽ പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ നമ്മൾ പിക്കിൾസ് പോലുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അമ്മമാരിൽ ഉറങ്ങിക്കിടക്കുന്ന സംരംഭകത്വത്തെ ഉണർത്തി അതിനെ പരിപോഷിപ്പിച്ചെടുക്കുക, സംരംഭകരുടെ അങ്ങേയറ്റത്തെ വളർച്ചയിലൂടെ രാഷ്ട്രത്തിൻ്റെ നവോത്ഥാരണ പ്രവർത്തനങ്ങളിൽ അവരെയും കൂടെ ഭാഗമാക്കാകുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത്തരം പരിശ്രമങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സമ്പൂർണ്ണമായിട്ട് സൗജന്യമാണ് അവർക്ക് സ്റ്റോളുകളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും നൽകിയിട്ടുള്ളത്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടിയുള്ള ഒരു സംരംഭമാണ് തുടങ്ങിയത്. ഇതുപോലുള്ള മേളകളിലാണ് നമ്മളെ സഹായിക്കുന്നത്. പ്രോഡക്റ്റുകളെല്ലാം നന്നായിട്ട് എനിക്ക് ഇവിടെ സെയിൽസ് നടക്കുന്നുണ്ട്. PMFME എന്ന് പറയുന്ന പദ്ധതിയിൽ വന്നിട്ട് ഏതൊരു നടന്നു വരുന്ന സംരംഭത്തിന് അഡീഷണലായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ വരികയാണെങ്കിൽ അതിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് അതിനകത്തുനിന്ന് വായ്പ എടുക്കാൻ സാധിക്കും. 10 ലക്ഷം രൂപ വരെ വ്യക്തിഗതമായിട്ട് 10 ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടുന്ന, വായ്പയ്ക്ക് 35% വരെ സബ്സിഡി കിട്ടുന്ന പദ്ധതിയാണത്. അപ്പോൾ അതുപയോഗിച്ചുകൊണ്ട് നിരവധി സംരംഭങ്ങൾ വന്നിട്ടുണ്ട്. പദ്ധതികളെ സംബന്ധിച്ചുള്ള അവലോകനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സെമിനാറുകൾ നമ്മൾ പഞ്ചായത്ത് തലം മുതൽ മേൽത്തട്ടിലേക്ക് നടത്താറുണ്ട്. അതിലേക്ക് പൊതുസമൂഹത്തിന് കൃത്യമായിട്ടുള്ള ഇൻവിറ്റേഷൻ നൽകിക്കൊണ്ട് അവരെ അവിടെ ക്ഷണിച്ചു വരുത്താറുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി ക്ലിനിക്ക് പോലുള്ള ക്ലിനിക്കിലൂടെ സാങ്കേതിക പരിജ്ഞാനങ്ങൾ നമ്മൾ നൽകാറുണ്ട്. ഏത് തരത്തിലും ഒരു സംരംഭം ആരംഭിക്കുന്നത് മുതൽ അവരുടെ സംരംഭത്തിൻ്റെ സാക്ഷാത്കാരം എന്നുള്ള നിലയിൽ ആ സംരംഭത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് വരെയും അതുപോലെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് സസ്റ്റൈനബിളായിട്ട് മുന്നോട്ട് പോകാനും അതിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ രീതിയിലെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തു വരുന്നു. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ലോൺ അടഞ്ഞു പോകുകയാണെങ്കിൽ അവർ വീണ്ടും നമുക്ക് ലോൺ തരും. ഇപ്പോൾ നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭക്കാർക്ക് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതുവഴി നമുക്ക് ലോൺ തരും. അല്ലാതെ ഇപ്പം പുതുതായിട്ട് തുടങ്ങുന്ന ഒരാൾക്കാണെങ്കിലും മെഷീനറിക്കും ബാക്കി ഇപ്പോൾ നമുക്ക് മെഷീനറിക്കാണ് കൂടുതൽ അവർ പ്രൊവൈഡ് ചെയ്യണത്. ഇപ്പോൾ ലോണിൻ്റെ 30% മാത്രമേ നമുക്ക് ബിൽഡിങ്ങിന് അവർ തരുത്തുള്ളൂ. കൂടുതലും നമ്മളെ ഈ സംരംഭത്തിന് മെഷീനറിക്ക് വേണ്ടിയാണ് ഈ ലോൺ ഉപയോഗപ്പെടുന്നത്. PMFME എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് സബ്സിഡി സ്കീമല്ല. അതായത് അവർ ഒരു ബാങ്ക് ക്രെഡിറ്റ് ലിങ്ക്ഡ് സ്കീം എന്ന് പറയും. ബാങ്ക് ലോൺ അവൈൽ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഈ സബ്സിഡിയുടെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുവാൻ കഴിയുക. സബ്സിഡി ബാക്ക് എൻഡായിട്ട് പിന്നീട് അതിൻ്റെ രീതികൾ അതിൻ്റെ യൂണിറ്റ് എല്ലാം ഫങ്ഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇത് 3 വർഷം വരെ ലോക്കിൻ പീരീഡ് വെച്ച് 3 വർഷം കഴിഞ്ഞായിരിക്കും സബ്സിഡി ലോൺ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ലോൺ റീപേയ്മെൻറ്റ് കൃത്യമായിട്ട് നടത്തുകയും കൂടാതെ എപ്പോൾ സബ്സിഡിയുടെ നിലവിലുള്ള സബ്സിഡി തുകയ്ക്ക് തുല്യമായ തുക ലോൺ ബാലൻസ് ആകുന്ന മുറയ്ക്ക് ആ തുക എടുത്ത് ലോൺ ക്ലോസ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്.
നമ്മുടെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വിഴിഞ്ഞം പോർട്ട് ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. വിഴിഞ്ഞം പോർട്ട് ഇന്ന് അത്രയ്ക്കും നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കടലോര മത്സ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ടായാലും ശരി, പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടായാലും ശരി, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് ഇന്ന് വളരെയധികം പ്രാധാന്യം വിഴിഞ്ഞത്ത് നിലനിൽക്കുന്നു. വിഴിഞ്ഞം കോവളം മേഖലയിൽ ഇത്തരം യൂണിറ്റുകൾ ഒരുപാടെണ്ണം വരുവാനും അത് വളരുവാനും ഉള്ള സാധ്യതകൾ ഇന്ന് ഏറെയാണ്. അതിനുള്ള ഒരു വഴി തന്നെയാണ് തുറന്നിരിക്കുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ രൂപത്തിൽ. കൂടുതൽ നിക്ഷേപകർ ഈ മേഖലയിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളായി ഇപ്പോൾ 3,20,000 സംരംഭങ്ങൾ കടന്നു. ഓരോ വർഷവും ആ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യുകയും ഈ വർഷം ഇപ്പോൾ 3,20,000 സംരംഭങ്ങൾ സ്ഥാപിക്കുമ്പോൾ ട്രിവാൻഡ്രം ജില്ല കഴിഞ്ഞ 3 വർഷങ്ങളിലും 10,000-ന് പുറത്ത് സംരംഭങ്ങളാണ് ടാർഗറ്റുണ്ടായിരുന്നതും അത് കൃത്യമായി സമയബന്ധിതമായി തന്നെ നമ്മൾ അച്ചീവ് ചെയ്യുകയും ചെയ്തു. ഈ വർഷം സംസ്ഥാനത്ത് ആകെ 3 ജില്ലകളാണ് ഈ 100% അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം ജില്ലയുണ്ട്. 10,400 സംരംഭങ്ങളായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. അത് ഇപ്പോൾ ഏതാണ്ട് 10,500-ലധികം കടന്നു കഴിഞ്ഞു. ഭക്ഷ്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ചെറുകിട സംരംഭകരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് പ്രാദേശിക വ്യവസായ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ് സ്കീമിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനക്ഷേമത്തിന്റെ അധ്യായം പൂർണ്ണമാകുന്നു. മറ്റൊരു ജനോപകാരപ്രദമായ പദ്ധതിയുടെ വിശദവിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.